ഇനി എന്നാ ചേച്ചി കേസൊക്കെ വിളിക്കുന്നേ? കുറച്ച് നാളൂടെ എടുക്കും. ഞാൻ അരുന്ധതി വക്കീലിനെ വിളിച്ചായിരുന്നു. ഏട്ടത്തി പഴയ പോലെ കേസ് മുടക്കായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ? എന്റെ ചേച്ചി അങ്ങനെ ബുദ്ധിമുട്ടുന്നത് അഞ്ജു ചേച്ചിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ? എന്തിന്? അതെന്ത് വർത്താന ത്രിവേണി നീ പറയുന്നേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അഞ്ജു, നീ എന്നോട് സ്നേഹം കൊണ്ടല്ല ഇത് ചോദിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്റെ ഈ കേസ് വാദിക്കുന്നതും അരുന്ധതി വക്കീല് തന്നെയാ. കഴിഞ്ഞ തവണ ഞാൻ എല്ലാവരോടും ക്ഷമിക്കാനാ വക്കീലിനോട് പറഞ്ഞത്. പക്ഷെ ഈ തവണ അതുണ്ടാവില്ല. ആരോടും ഒരു ദയം കാണിക്കാൻ ഉദ്ദേശമില്ല. ഇനി നീ പറഞ്ഞു, എന്റെ ജോലി കളഞ്ഞവരോട് ഞാൻ ദയ കാണിക്കണോ? എന്തിന്? ഏട്ടത്തി എത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയ ജോലിയാ, ഒരു ദയം കാണിക്കണ്ട. അഞ്ചു പറഞ്ഞ പിന്നെ അപ്പീലില്ല. ആരോടും ഒരു ദയം കാണിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. പിന്നെ അരുന്ധതി മാഡം എന്നോട് വേറൊരു കാര്യം കൂടി ചോദിച്ചു. എനിക്കാരെങ്കിലും സംശയമുണ്ടോ? മോഹനേട്ടനെ അത് ചെയ്തെന്ന് ഏട്ടത്തിക്ക് ഉറപ്പല്ലേ? ഏട്ടത്തി അത് കണ്ടതല്ലേ? അതെ, ശരിയാ. പക്ഷെ എന്നാലും അങ്ങേർക്ക് കൂട്ടുപ്രതികൾ ഉണ്ടാവില്ലേ? എന്റെ ജോലി കളയണമെന്ന് ആഗ്രഹിച്ചവരും അതിനുവേണ്ടി അങ്ങേരെ ഹെൽപ്പ് ചെയ്തവരും പിന്നെ പണ്ടെന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കീറി നശിപ്പിച്ച് കളഞ്ഞവരും ഒക്കെ. അവരെ വിടാനും ഉദ്ദേശമില്ല. അപ്പോ അവരൊക്കെ ജയിലിൽ പോവോ? പിന്നെ പിന്നെ അവരൊക്കെ ജയിലിൽ പോകണ്ടേ? വേണ്ട അഞ്ജു. അല്ല, അതിന് ചേച്ചി എന്തിനാ നെട്ടുന്നേ? കുറച്ചു മുമ്പ് ചേച്ചിയല്ലേ പറഞ്ഞേ എന്റെ ചേച്ചിയുടെ ജോലി കളയിച്ചവരോടൊക്കെ ഒരു ദയം കാണിക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്താ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? കുറച്ച് ദയൊക്കെ കാണിക്കാം. എന്നാലേ ഒരു ദയം കാണിക്കില്ല. എന്റെ കെട്ടിയവൻ മാത്രല്ല, നീയും അകത്തു പോവും. അപ്പൊ എന്റെ പ്രകാശേട്ടനും ദൈവം വഴിയാധാരാവും. അത് സാരമില്ല, അവർക്ക് അതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഏട്ടത്തിയോടൊന്നും ചോദിച്ചിട്ടുമില്ല, ഏട്ടത്തി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. പ്രശ്നം തീർന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കിഷോറേട്ടാ, ഓ, ഇവിടെ എന്ത് വിശേഷം? അങ്ങനെ പോകുന്നു. എന്താ അഞ്ജു മുഖത്തൊരു മ്ലാനത? ഈ മ്ലാനത ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും കിഷോറേട്ടാ. ഇനി മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണാൻ ഒരു ചാൻസും ഇല്ല. ഒന്നുമില്ല, എന്റെ കയ്യിലിരിപ്പിന്റെയാ. അവണി ഒന്ന് വന്നേ. എന്താ കിഷോറേട്ടാ? ഇതാവണിക്ക. ഇതെന്താ? ഇത് പ്രഗ്നന്റ് ലേഡീസിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാ. ദുബായ് പോയപ്പോ കണ്ടു, അവനെ ഓർത്ത് വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ തന്നെ തരുന്ന എന്താ അറിയോ? മായ കണ്ട പ്രശ്നം പെട്ടെന്ന് നിർത്തും.